Learn Easy Online Education. Hi, it's me Harshita. Welcome to my new video. ഇന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ MS-001 യൂണിറ്റ് 2 ആയിട്ടുള്ള കൺസെപ്റ്റ് ആൻഡ് തിയറി എന്ന യൂണിറ്റാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോ നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട കണ്ടൻസിൽ പറയുന്നത് വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്, ദ നേച്ചർ ഓഫ് കൺസെപ്റ്റ് ഇൻ സോഷ്യോളജി, കൺസെപ്റ്റ് തിയറംസ് ടുവേർഡ്സ് സോഷ്യൽ സയൻസ്, കൺക്ലൂഷൻ. അതായത് മെയിനായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ കൂടുതൽ പറയുന്നത് കൺസെപ്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മുടെ സോഷ്യോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതിൻ്റെ സോഷ്യോളജിക്കൽ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് 101 ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതാണ്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതായത് ആശയങ്ങൾ. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വേർഡ്സ്, ആദ്യം നമുക്ക് വേർഡ്സ് എന്താണെന്ന് നോക്കാം. Words are the basic unit of language that we use to name or describe things, actions or ideas. For example, tree, run and happiness are words. പ്രവൃത്തികൾ അല്ലെങ്കിൽ ആശയങ്ങൾ പേരിടാനോ വിവരിക്കാനോ ഉപയോഗിക്കുന്ന ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റുകളാണ് വാക്കുകൾ. അതായത് പ്രവൃത്തികളോ അല്ലെങ്കിൽ ആശയങ്ങളോ അല്ലെങ്കിൽ പേരിടാനോ വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് ഒരു നെയിം ഉപയോഗിക്കാവുന്ന ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റുകളാണ് വാക്കുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മരം, ഓട്ടം, സന്തോഷം, ഇതൊക്കെ എന്താണ്? ഒരു വാക്കുകളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കൺസെപ്റ്റ് എന്താണെന്നാണ്. കൺസെപ്റ്റ്സ് ആർ ദ ഐഡിയാസ് ഓർ മീനിങ്സ് ബിഹൈൻഡ് വേർഡ്സ്. ദേ help us understand and organize knowledge. For example, the concept of speed refers to how fast something moves, even though different words like fast or slow might describe it. കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ആശയങ്ങൾ വാക്കുകളുടെ പിന്നിലെ ആശയങ്ങളോ അർത്ഥങ്ങളോ ആണ്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കുകൾക്ക് പിന്നിലുള്ള അർത്ഥതലങ്ങൾ ആണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അറിവ് മനസ്സിലാക്കാനും ക്രമീകരിക്കാനും അവ നമ്മെ സഹായിക്കുന്നു. ആ ഒരു കാര്യത്തിൻ്റെ പറയുന്ന വാക്കുകളുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? കൺസെപ്റ്റുകൾ സഹായിക്കുന്നുണ്ട് എന്നർത്ഥം. വ്യത്യസ്ത വാക്കുകളായിട്ടുള്ള വേഗത അല്ലെങ്കിൽ സ്ലോ പോലുള്ളവ അതിനെ വിവരിക്കുമെങ്കിലും വേഗത എന്ന ആശയം എന്തെങ്കിലും ഒരു വസ്തുവിനെ വേഗത്തിൽ നീങ്ങുന്നു എന്നതിനെ സൂചിപ്പിക്കും. നമ്മൾ സ്പീഡ് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു വസ്തു വളരെ വേഗതയിൽ പോകുന്നുണ്ട്, അതായത് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് എന്നുള്ള ഒന്നിനെ സൂചിപ്പിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വേർഡ്സ് ആർ ദ ലേബൽസ് വി യൂസ്, കൺസെപ്റ്റ് ആർ ദ ഐഡിയാസ് ഓർ മീനിങ്സ് ദോസ് ലേബൽസ് റെപ്രസെൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ലേബലുകളാണ് വാക്കുകൾ. ആ ലേബലുകൾ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളോ അർത്ഥതലങ്ങളോ ആണ് എന്ത്? ആശയങ്ങൾ. അതിൻ്റെ അർത്ഥതലങ്ങളാണ് എന്ത്? കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരാളൊരു കാര്യം നമ്മോട് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്യാച്ച് ചെയ്യുന്നൊരു സംഭവമല്ലേ, നമുക്ക് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ അതിനനുസരിച്ച് മറുപടി പറയുന്നില്ല. അതിനാണ് കൺസെപ്റ്റ്. അതിൽ കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഒരു വാക്കുകളാണ്, വാക്കുകളുടെ അർത്ഥങ്ങളാണ് ആശയങ്ങൾ. അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത സൈഡ് ഹെഡിങ് പറയുന്നത് 2.2 Words and language. Humans use language to describe, analyze and express our actions, ideas, feelings and concerns. We communicate using words and sentences. Over time, people in a community agree on specific meanings for words to describe the same objects or ideas. This shared understanding makes communication easier. Language is a product of society.
നമ്മുടെ പ്രവർത്തനങ്ങൾ, ആശയങ്ങൾ, വികാരങ്ങൾ, ആശങ്കകൾ എന്നിവ വിവരിക്കാനും വിശകലനം ചെയ്യാനും പ്രകടിപ്പിക്കാനും മനുഷ്യർ ഭാഷയെ ഉപയോഗിക്കുന്നു. വാക്കുകളും വാക്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ ആശയവിനിമയം നടത്തുന്നു. കാലക്രമേണ ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഒരേ വസ്തുക്കളെയോ ആശയങ്ങളെയോ വിവരിക്കുന്നതിന് വാക്കുകൾ പ്രത്യേക അർത്ഥങ്ങളായിട്ട് അംഗീകരിക്കുന്നു. ഈ ഒരു പങ്കിട്ട ധാരണ ആശയവിനിമയം എളുപ്പമാക്കുന്നു. സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണ് ഭാഷ. ഭാഷ എന്ന് പറയുന്നത് നമ്മളുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും വികാരങ്ങൾ എന്നിങ്ങനെ വിവരിക്കാനും വിശകലനം ചെയ്യാനുമുള്ള ഒരു വസ്തുവാണ്. ഓരോ സമൂഹത്തിലും വ്യത്യസ്ത ഭാഷകളാണ് ഉണ്ടായിരിക്കുക. ആ ഭാഷകൾ ആ ഒരു സമൂഹത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും. നമ്മുടെ സ്ലാങ് ആണ് പറയുന്നത്. ഓരോ നാട്ടിൽ ഓരോ സ്ലാങ് ആയിരിക്കും. ഓരോ പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക തരം പേരുകളായിരിക്കും ഓരോ നാട്ടിലും ഉണ്ടാവുക. സോ അത് എന്താണ്, അവിടുത്തെ ആ ഒരു ഭാഷയെ, ആ ഒരു കമ്മ്യൂണിക്കേഷനെ എളുപ്പമാക്കുന്നു എന്നാണ് പറയുന്നത്. An example comes from Naga tribes in northeastern India. 9 groups, each from a different valley, met to discuss something. They all talked about a thing, but no one understood which thing. They meet until they open a small packet, all containing salt. Each group had a different word for salt. This shows the importance of having one word with a shared meaning for better communication. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ നാഗാ ഗോത്രങ്ങളിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് പറയുന്നത്. വ്യത്യസ്ത താഴ്വരയിൽ നിന്നുള്ള 9 ഗ്രൂപ്പുകൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് യോഗം ചേർന്നു. എല്ലാവരും ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ അതെന്താണെന്ന് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ഉപ്പ് അടങ്ങിയ ചെറിയ പാക്കറ്റുകൾ തുറക്കുന്നത് വരെ അവർ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓരോ ഗ്രൂപ്പിനും ഉപ്പ് എന്നതിന് വ്യത്യസ്ത വാക്കുകൾ ഉണ്ടായിരുന്നു. മികച്ച ആശയവിനിമയത്തിന് ഒരു പങ്കുവെച്ച അർത്ഥമുള്ള ഒരു വാക്കിൻ്റെ പ്രാധാന്യം ഇത് കാണിക്കുന്നു. ഒരു മികച്ച ആശയവിനിമയത്തിന് ഒരു പങ്കുവെച്ച അർത്ഥമുള്ള, അതായത് ആ ഒരു സൊസൈറ്റിയിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡ്, ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു വേർഡ്, അത് മറ്റുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല. പക്ഷെ അതെന്താണ്, ആ സൊസൈറ്റിയിൽ ആ ഒരു ആശയവിനിമയത്തിന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് അത് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Another example is the word chair. It usually means a piece of furniture to sit on. In Parliament, members used to sit on benches. Those in the government sat on treasury benches, while the opposition sat on opposition benches. The person leading the session was called the chair. Similarly, in courts, the bench refers to judges and lawyers are called the bar because they sit behind a physical bar separating them from a judges. In cricket, a white coat symbolizes an umpire, and in the military and police uniforms indicates ranks. മറ്റൊരു ഉദാഹരണമായിട്ട് പറയാം, കസേര എന്ന വാക്ക് ഇത് സാധാരണയായി ഇരിക്കാനുള്ള ഫർണിച്ചർ കഷണം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇരിക്കാനുള്ള ഒരു ഫർണിച്ചർ കഷ്ണം, ഒരു മരക്കഷ്ണം എന്നാണ് അർത്ഥമാക്കുന്നത്. പാർലമെൻറ്റിൽ അംഗങ്ങൾ ബെഞ്ചുകളിൽ ഇരിക്കാറുണ്ട്. സർക്കാരിൽ ഉള്ളവർ ട്രഷറി ബെഞ്ചുകളിൽ ഇരിക്കുന്നു. പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കുന്നു. സെഷൻ നയിക്കുന്ന വ്യക്തിയെ ചെയർ എന്ന് വിളിച്ചിരുന്നു. അതുപോലെ കോടതികളിൽ ബെഞ്ച് എന്നത് ജഡ്ജിമാരെയാണ് സൂചിപ്പിക്കുന്നത്. അഭിഭാഷകരെ ബാർ എന്നാണ് വിളിക്കുന്നത്. കാരണം അവർ ജഡ്ജിമാരിൽ നിന്ന് അവരെ വേർതിരിക്കുന്ന ഒരു ഫിസിക്കൽ ബാറിന് പിന്നിൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ക്രിക്കറ്റിൽ വെളുത്ത കോട്ട് അമ്പയർ പ്രതിനിധീകരിക്കുന്നു. സൈന്യത്തിൽ പോലീസിലും യൂണിഫോം റാങ്കുകളെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു കാര്യത്തിൽ തന്നെ, ഇപ്പോൾ ഒരു കസേര, ഫോർ എക്സാമ്പിൾ കസേര പറയുകയാണെങ്കിൽ ആ ഒരു കസേരയിൽ തന്നെ അത് വ്യത്യസ്ത തലങ്ങളിൽ എത്തുമ്പോൾ, വ്യത്യസ്ത റൂമുകളിൽ എത്തുമ്പോൾ അതിന് പേരുകൾ മാറുകയാണ്, അതിന് പദവികൾ മാറുകയാണ്, അതിലിരിക്കുന്നവർക്കുള്ള പദവികളും വ്യത്യാസപ്പെടുകയാണ്. ഒരു വാക്കിന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥ തലങ്ങൾ ഉണ്ടെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ വാക്കുകൾ തന്നെ മറ്റൊരു സ്ഥലത്ത് പോയാൽ അതിൻ്റെ പദവികളും അതിൻ്റെ അർത്ഥതലങ്ങളും അതിൻ്റെ ആശയങ്ങളും വ്യത്യാസപ്പെടുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. When a word is used repeatedly with the same meaning, people can easily share and understand it. Even gestures can communicate meaning. For example, showing a thumbs up in the west means ready to go.
ഒരേ അർത്ഥത്തിൽ ഒരു വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് അത് എളുപ്പത്തിൽ പങ്കിടാനും മനസ്സിലാക്കാനും കഴിയും. അതുപോലെ തന്നെയാണ് ആംഗ്യങ്ങൾക്ക് പോലും അർത്ഥം അറിയിക്കാൻ കഴിയും. ഉദാഹരണത്തിന് പടിഞ്ഞാറൻ ഭാഷയിൽ, അതായത് വെസ്റ്റേൺ കൾച്ചറിൽ തംസപ്പ്, നമ്മൾ തംസപ്പ് കാണിക്കുന്നത് പോകാൻ തയ്യാറാണ് അല്ലെങ്കിൽ റെഡിയാണ്, ഞാൻ ഓക്കെ ആണ് എന്നുള്ളതിനാണ് തംസപ്പ് കൊണ്ട് പറയുന്നത്. അത് നമ്മൾ അവിടെ ഒരു വേർഡ് യൂസ് ചെയ്യുന്നില്ല എങ്കിലും നമുക്ക് ആ ഒരു മീനിങ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദിസ് എക്സാമ്പിൾ ഷോസ് that for clear communication people need to agree on the meaning of words or signs. Language sets human apart from animals by allowing us to share ideas and interact effectively. വ്യക്തമായ ആശയവിനിമയത്തിന് വാക്കുകളുടെയോ അടയാളങ്ങളുടെയോ അർത്ഥം ആളുകൾ അംഗീകരിക്കേണ്ടതുണ്ടെന്ന് ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നു. ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഫലപ്രദമായി ഇടപെടാനും നമ്മെ അനുവദിച്ചുകൊണ്ട് ഭാഷ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്ന ആ ഒരു രീതിയിലോട്ടാണ്, അല്ലെങ്കിൽ ഈ തംസപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ആ തംസപ്പ് ഓക്കെ എന്നുള്ളൊരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്, ഒരു ആശയം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇതെല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടില്ല, ആർക്കും അറിയില്ലെങ്കിൽ അത് വെറുതെ ആയി പോകുമെന്നാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഭാഷ, അതിൻ്റെ കൺസെപ്റ്റ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും എന്നാണ് പറയുന്നത്. ഇതാണ് മൃഗങ്ങളിൽ നിന്ന് ഭാഷയാണ് മനുഷ്യനെ വേറിട്ട് നിർത്തുന്നത് എന്നാണ് പറയുന്നത്. ആ ഭാഗത്തിൽ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. 2.1 കൺസെൻഷ്വൽ മീനിങ്. വേർഡ്സ് ആർ മോസ്റ്റ് യൂസ്ഫുൾ വെൻ എവ്രി വൺ ഇൻ എ ഗ്രൂപ്പ് അഗ്രി ഓൺ വാട്ട് ദേ മീൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു all agree to call a tree, it become easier to talk about it. Some writers say that the meaning of word is not fixed or absolute. Instead, the meaning comes from people agreeing on it. This is called intersubjectivity. ഒരു ഗ്രൂപ്പിലെ എല്ലാവരും അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അംഗീകരിക്കുമ്പോൾ വാക്കുകൾ ഏറ്റവും ഉപയോഗപ്രദമാണ്. ഉദാഹരണത്തിന്, ഒരു വൃക്ഷത്തെ മരം എന്ന് വിളിക്കാൻ നാം എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് നമുക്ക് എളുപ്പമുള്ള കാര്യമാകും. വാക്കുകളുടെ അർത്ഥം സ്ഥിരമോ കേവലമോ അല്ലെന്ന് ചില എഴുത്തുകാർ പറയുന്നു. പകരം ആളുകൾ അത് അംഗീകരിക്കുന്നതിൽ നിന്നാണ് അർത്ഥം വരുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർസബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ, ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള മറ്റൊരു വേർഡ് കൊണ്ട് പറയാൻ, ഉച്ചരിക്കാൻ അതെല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ, എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡായിരിക്കും അവർക്ക് സുഖകരമായിട്ട് പറയാൻ എളുപ്പമുണ്ടാവുക. അതിനെയാണ് ഇൻ്റർസബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ബോക്സിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മുടെ സൈഡ് ഹെഡിങ് 2.3 ദ നേച്ചർ ഓഫ് കൺസെപ്റ്റ്സ്. When scientists use a word, it gets a specific technical meaning, turning into a concept. ശാസ്ത്രജ്ഞർ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സാങ്കേതിക അർത്ഥം ലഭിക്കുന്നുണ്ട്. അതിനെ ഒരു സങ്കല്പമായിട്ട് മാറ്റുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ബയോളജിസ്റ്റ് യൂസ്ഡ് ഹോമോ സാപ്പിയൻസ് ടു ഡിസ്ക്രൈബ് ഹ്യൂമൻസ്. വെൻ സംവൺ ഈസ് സിക്ക്, common people might say have a fever, but as science advanced, words like malaria or influenza were used to explain the type of fever and its cause. അതായത് ശാസ്ത്രജ്ഞന്മാർ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സാങ്കേതിക അർത്ഥം ലഭിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ എന്താ പറയുക, കൺസെപ്റ്റായിട്ട് പറയുന്നത്. അതായത് ജീവശാസ്ത്രത്തിൽ മനുഷ്യനെ വിവരിക്കാൻ വേണ്ടിയിട്ട് ഹോമോ സാപ്പിയൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ശാസ്ത്രജ്ഞർ മറ്റൊരു തലത്തിലുള്ള ആദിമ മനുഷ്യരിൽ നിന്നുള്ള ആ ഒരു തുടർന്ന് വരുന്ന മനുഷ്യഗണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു ഹോമോ സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ അതാണ് ശാസ്ത്രജ്ഞർ ഒരു വേർഡിൽ നിന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും അസുഖം വന്നാൽ സാധാരണക്കാർ പറയും പനിയാണെന്ന്. എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ മലേറിയ, ഇൻഫ്ലുവൻസ പോലുള്ള വാക്കുകൾ പനിയുടെ തരവും അതിൻ്റെ കാരണവും എന്താ പറയുക, രോഗാണുക്കൾ അല്ലെങ്കിൽ പ്രാണികൾ പോലെ വിശദീകരിക്കാൻ ഉപയോഗിച്ചു. ഓരോ പനിയാണെങ്കിലും പൊതുവായിട്ട് പനി എന്ന് പേരുണ്ടെങ്കിലും അതിന് വ്യത്യസ്ത പേരുകളിട്ട് അത് പരത്തുന്ന അണുക്കൾ വ്യത്യസ്തമാണ്, അതിൻ്റെ രോഗലക്ഷണങ്ങൾ അതിനനുസരിച്ച് അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിവരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓരോന്നിൻ്റെയും യൂസ് മെഷർമെൻറ്റ്സ് ലൈക്ക് ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ or sugar levels to figure out the nature of disease. These measurements described with the specific words become concept. Thus, technicians and doctors understand the same way. This shared understanding helps them identify whether the body is normal or sick and
where the problem is. ഒരു രോഗത്തിൻ്റെ സ്വഭാവം കണ്ടുപിടിക്കാൻ ഡോക്ടർമാർ താപനില, രക്തസമ്മർദ്ദം അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് തുടങ്ങിയ അളവുകൾ ഉപയോഗിക്കുന്നു. നിർദ്ദിഷ്ട വാക്കുകളാൽ വിവരിച്ചിരിക്കുന്ന ഈ അളവുകൾ സാങ്കേതിക വിദഗ്ധരും ഡോക്ടർമാരും ഒരേ രീതിയിൽ മനസ്സിലാക്കുന്ന സങ്കല്പങ്ങളായിട്ട് മാറുന്നു. ശരീരം സാധാരണമാണോ അല്ലെങ്കിൽ അസുഖമുള്ളതാണോ എന്ന് പ്രശ്നം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നു. നമ്മുടെ ഷുഗർ ലെവല്, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, ഇതൊക്കെ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കൺസെപ്റ്റുകൾ, ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പഞ്ചസാര എന്നുള്ള മീനിങ് മാത്രമല്ല അതിലുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അന്വേഷണമായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. എക്സാമ്പിൾ ഫോർ കെമിസ്ട്രി, നമുക്ക് ഇൻ കെമിസ്ട്രി ദ ഡിസ്കവറി ഓഫ് ദ ആറ്റം ആസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ was key scientists found the atomic weight of elements. Example, hydrogen 1, oxygen 2. രസതന്ത്രത്തിൽ ദ്രവ്യത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായി ആറ്റത്തിൻ്റെ കണ്ടെത്തൽ പ്രധാനമായിരുന്നു. നമ്മളൊക്കെ പഠിച്ചില്ലേ, ഏതൊരു കാര്യത്തിൻ്റെയും ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റമാണ്. മൂലകങ്ങളുടെ ആറ്റോമിക ഭാരം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഹൈഡ്രജൻ 1, ഓക്സിജൻ 2 അങ്ങനെ കണ്ടെത്തിയിരുന്നു. ദേ അറേഞ്ച്ഡ് എലമെൻറ്റ്സ് ഇൻ ആറ്റോമിക് ടേബിൾ which later grew as more elements were discovered. A key idea was that no matter is lost during a chemical reaction. Atomic weight became a concept, and testing these ideas through experiments turned them into theories. അവർ ഒരു അറ്റോമിക് ടേബിളിൽ മൂലകങ്ങൾ ക്രമീകരിച്ചു. അറ്റോമിക് ടേബിൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിൽ ക്രമീകരിച്ചു. പിന്നീട് കൂടുതൽ മൂലകങ്ങൾ കണ്ടെത്തിയതോടെ അത് വളർന്നു. ഒരുപാട് മൂലകങ്ങൾ അതിൽ അവർ കൂട്ടിച്ചേർത്തു. ഒരു രാസപ്രവർത്തന സമയത്ത് ഒരു ദ്രവ്യവും നഷ്ടപ്പെടുന്നില്ല എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആശയം. അതിൽ നിന്ന് കണ്ടെത്തിയ ആശയം എന്ന് പറയുന്നത് അറ്റോമിക് ഭാരം ഒരാശയമായിട്ട് മാറി. പരീക്ഷണങ്ങളിലൂടെ ഈ ആശയങ്ങൾ പരീക്ഷിക്കുന്നത് അവയെ സിദ്ധാന്തങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അടുത്ത് പറയുന്ന ഹൗ തിയറീസ് ആർ മെയ്ഡ്, എങ്ങനെയാണ് തിയറീസ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. തിയറീസ് ആർ ക്രിയേറ്റഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണ്. ഐഡൻറ്റിഫൈ ദ സ്മോളസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. സ്റ്റഡി ഹൗ ദിസ് യൂണിറ്റ്സ് ഇൻട്രാക്ട് ടു ഫോം കോമ്പൗണ്ട്സ് ഓർ മോർ കോംപ്ലക്സ് തിങ്സ്. ഏറ്റവും ചെറിയ യൂണിറ്റുകൾ, അതായത് ആറ്റങ്ങൾ പോലെ അവയുടെ ഗുണങ്ങൾ തിരിച്ചറിയുന്നു. തിയറീസ് ഉണ്ടാക്കുന്ന കേട്ടോ, ഏതൊരു വിഷയവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പോകുന്നതാണ്. ഏറ്റവും ചെറിയ, അതിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുക. ഈ യൂണിറ്റുകൾ സംയുക്തങ്ങളോ കൂടുതൽ സങ്കീർണമായ വസ്തുക്കളോ രൂപപ്പെടുത്തുന്നതിൽ എങ്ങനെ ഇടപെടുന്നുവെന്ന് പഠിക്കുക. ഇത് നമ്മുടെ രസതന്ത്രവുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മുടെ സോഷ്യോളജിയിൽ നമ്മൾ യോജിക്കുന്നത്. അതായത് യൂണിറ്റുകൾ സംയുക്തങ്ങളോ കൂടുതൽ സങ്കീർണമായ വസ്തുക്കൾ രൂപപ്പെടുന്നത് എങ്ങനെ ഇടപെടുന്നതെന്ന് പഠിക്കുക. ഇവിടെ യൂണിറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോളജിയിലാണെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എടുക്കാം, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ എടുക്കാം. അതിനെ എങ്ങനെയാണ് മറ്റുള്ളവയുമായിട്ട് പ്രശ്നങ്ങൾ വലുതാക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവയ്ക്ക് ഒരു പരിഹാര മാർഗം എങ്ങനെയാകും എന്നതിനെക്കുറിച്ചും പഠിക്കുക എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് 3 പറയുന്നത് യൂസ് കൺസെപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദീസ് ഇൻട്രാക്ഷൻസ് ആൻഡ് ദെയർ റിസൾട്ട്. ഈ ഇടപെടലുകളും അവയുടെ ഫലങ്ങളും പരിശോധിക്കാൻ ആശയങ്ങൾ ഉപയോഗിക്കുക എന്ന് വെച്ച് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അത് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അതിൻ്റെ ആശയങ്ങൾ രൂപപ്പെടുത്തുക. പെർഫോം എക്സ്പെരിമെൻറ്റ് ടു ടെസ്റ്റ് ഇഫ് റിസൾട്ട്സ് മാച്ച് ദ എക്സ്പ്ലനേഷൻ ഇഫ് നോട്ട് റിവൈസ് ദ എക്സ്പ്ലനേഷൻ. ഫലങ്ങൾ വിശദീകരണവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പരീക്ഷണങ്ങൾ നടത്തുക, ഇല്ലെങ്കിൽ വിശദീകരണങ്ങൾ പുനഃപരിശോധിക്കുക. അത് നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ കണ്ടെത്തിയ ആ കാര്യം ഫലപ്രദമാണോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ വിശദീകരണവുമായിട്ട് സാമ്യമുള്ളതാണോ എന്ന് നോക്കി കാണുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൗ തിയറീസ് ആർ മെയ്ഡ്, തിയറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ അതിൽ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, ബോക്സ് 2.2 കൺസെപ്ച്വൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ലെറ്റ്സ് എക്സ്പ്ലെയിൻ വാട്ട് എ കൺസെപ്റ്റ് ഈസ്. എ കൺസെപ്റ്റ് ഈസ് എൻ ഐഡിയ, നോട്ട് സംതിങ് വി ക്യാൻ ഡയറക്ട്ലി സീ ഇറ്റ് ആൻ അബ്സ്ട്രാക്ട് മീനിങ് we think of it in general terms. ഈ ഒരു ആശയം എന്താണെന്ന് വിശദീകരിക്കാം. ഒരു ആശയം ഒരു ഐഡിയ ആണ്, നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒന്നല്ല, അത് അമൂർത്തമാണ്. ആശയം എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ്, അത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒന്നല്ല, അത് അമൂർത്തമായതാണ്. അതായത് ഞങ്ങൾ അതിനെ പൊതുവായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്.
പൊതുവായിട്ടായിരിക്കും ആ ആശയങ്ങൾ കാണുക. എല്ലാ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിട്ടായിരിക്കും ആ ഒരു ആശയത്തെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആശയം എന്ന് പറഞ്ഞാൽ മലേറിയ, ഇൻഫ്ലുവൻസ, ഹോമോസേപ്പിയൻസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന വേർഡാണ്. എല്ലായിടത്തും അതിന് ആ ഒരൊറ്റ ആശയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ചിലതിന് മാത്രം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പാർലമെൻറ്റിലെ ബെഞ്ചൊക്കെ പോലെ വ്യത്യാസങ്ങൾ വരും, അതിൽ വ്യത്യാസം. പക്ഷെ ചില വേർഡ്സ് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുമ്പോഴും അതിന് ആ ഒരൊറ്റ മീനിങ് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, when we see a person and learn their name like a Somnath or Abul Kalam, these are proper nouns. But when we refer to them as Speaker of Lok Sabha or President of India, we are describing their roles or characteristics which are abstract ideas. സോംനാഥ് അല്ലെങ്കിൽ അബ്ദുൽ കലാം പോലെയുള്ള ഒരാളെ കാണുകയും അവരുടെ പേര് പഠിക്കുകയും ചെയ്യുമ്പോൾ ഇവയെല്ലാം എന്താണ്? അവരുടെ നാമങ്ങളാണ്, അവരുടെ പേരുകളാണ്, അതായത് നൗണാണ്. എന്നാൽ ഞങ്ങൾ അവരെ ലോക്സഭയുടെ സ്പീക്കർ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് വിളിക്കുമ്പോൾ അവരുടെ റോളുകളും സവിശേഷതകളും ഞങ്ങൾ വിവരിക്കുകയാണ്. അതായത് ആ ഒരു വാക്കിൻ്റെ കൺസെപ്റ്റാണ്. അതായത് ലോക്സഭയുടെ സ്പീക്കർ എന്ന് പറയുന്നതിനുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു സവിശേഷതയാണ് അതിലൂടെ വിവരിക്കുന്നത്. അവരുടെ സവിശേഷതയാണ് എന്ത്? ലോക്സഭയുടെ സ്പീക്കർ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്നുള്ളത്. ഈ ഒരു സവിശേഷതകൾ എന്താണെന്നാണ് പറയുന്നത്? അമൂർത്തമാണ്, അബ്സ്ട്രാക്റ്റ് ആണ്, നമുക്ക് കാണാൻ കഴിയാത്തതാണ് എന്നാണ് പറയുന്നത്. ആ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ആ വ്യക്തിക്കുള്ള പദവിയെ കാണാൻ കഴിയാത്തതാണെന്നാണ്. നെക്സ്റ്റ് നമ്മുടെ സൈഡ് ഹെഡിങ് വരുന്നത് 2.4 കൺസെപ്റ്റ് ഇൻ സോഷ്യോളജി, സം ഇല്ലുസ്ട്രേഷൻസ്. Sociologists often use different concepts to describe relationship between people. ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കാൻ സാമൂഹ്യശാസ്ത്രജ്ഞർ പലപ്പോഴും വ്യത്യസ്തമായ ആശയങ്ങൾ ഉപയോഗിക്കാറുണ്ട്. We use one word to represent one subject or meaning and different word for another subject. For example, we can say male or female and brother or sister are from same generation, while father and son are from different generation. Similarly, mother and another example will mother-in-law, and so for example father-in-law or brother-in-law. Those different relationship help us describe the connection between two peoples. ഒരു വസ്തുവിനെയോ അർത്ഥത്തെയോ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്കും മറ്റു വസ്തുക്കൾക്ക് വ്യത്യസ്ത പദങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു വാക്കും വ്യത്യസ്ത പദങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആൺ അല്ലെങ്കിൽ പെൺ, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്നിവ ഒരേ തലമുറയിൽ നിന്നുള്ളവരാണെന്ന് പറയാം. അത് ആ ഒരു ഫാമിലിയിൽ വരുന്നതാണ്. അതേസമയം അച്ഛനും മകനും വ്യത്യസ്ത തലമുറയിൽ നിന്നുള്ളവരാണ്. പെണ്ണ്, സഹോദരൻ, സഹോദരി ആ ഒരു ഇതിൽ വരും. അച്ഛൻ, മകൻ എന്നുള്ളത് മറ്റൊരു ഇതിൽ വരും. അവിടെ ഒരു ആൺ പെൺ എന്നുള്ള വ്യത്യാസമാണ് കേട്ടോ. അതുപോലെ അമ്മ. കൂടാതെ നിങ്ങൾക്ക് പൂരിപ്പിക്കാം. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്മായി അമ്മ, അളിയൻ, അമ്മായി അച്ഛൻ. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം വിവരിക്കാൻ ഈ വ്യത്യസ്ത ബന്ധങ്ങൾ നമ്മളെ സഹായിക്കുന്നു. അതായത് ആ ഒരു പേരിനോട് തന്നെ സാമ്യമുള്ള വാക്കുകൾ എന്നാണ് പറയുന്നത്. ശരിക്കും ആ ഒരു അർത്ഥത്തിൽ നിൽക്കുന്ന മറ്റ് രണ്ട് വാക്കുകൾ, അതായത് ഭർത്താവിൻ്റെ അമ്മയെ അമ്മായിമ്മ എന്ന് വിളിക്കുന്നു, നമ്മുടെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നതും അവിടുത്തെ അച്ഛനെ അമ്മായി അച്ഛൻ എന്ന് വിളിക്കുന്നതും ഇവിടുത്തെ അച്ഛനെ അച്ഛൻ എന്ന് വിളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരേ മീനിങ് കിട്ടുന്ന വ്യത്യസ്ത വാക്കുകൾ. എന്നാൽ എന്താണ്, അതിൽ തലമുറകളുടെ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അത് വേറൊരു തലമുറയും നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് മറ്റൊരു തലമുറയാണ്. ആ രണ്ട് തലമുറകളുടെ വ്യത്യാസങ്ങളാണ് അതിൽ പറയുന്നത്. ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പീപ്പിൾസ് ആർ കോൾഡ് ഡയാഡിക് റിലേഷൻഷിപ്സ്. The unit of two people is called dyad. British social anthropologist Radcliffe Brown said that the first social relationships are always dyadic. രണ്ട് ആളുകൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ ഡയാഡിക് ബന്ധങ്ങൾ എന്ന് വിളിക്കുന്നു. രണ്ടാളുകൾ യൂണിറ്റിനെ ഡയഡ് എന്ന് വിളിക്കുന്നു. ബ്രിട്ടീഷ് സാമൂഹ്യ നരവംശ ശാസ്ത്രജ്ഞനായ റാഡ്ക്ലിഫ് ബ്രൗൺ പറഞ്ഞു, ആദ്യത്തെ സാമൂഹിക ബന്ധങ്ങൾ എല്ലായ്പ്പോഴും ഡയാഡിക് ആണ്. അതായത് രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധങ്ങളെയാണ് ഈ ഡയാഡിക് എന്ന് പറയുന്നത്. രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധങ്ങളായിരിക്കും ഡയാഡിക് എന്ന് പറയുന്നത്. രണ്ട് ഫാമിലി അല്ലെങ്കിൽ രണ്ടാളുകൾ കൂടി ചേരുമ്പോഴാണ് അതിൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നതെന്തും ഈ ഒരു ബന്ധങ്ങളെയാണ് ഡയാഡിക് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്.
Is the relationship only one time or does it happen again and again? For example, the relationship between a student and teacher happens between two people, but there are many students and many teachers. Everyone agrees that student will interact with the teachers in similar ways. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധം രണ്ട് വ്യക്തികൾക്കിടയിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ധാരാളം വിദ്യാർത്ഥികളും നിരവധി അധ്യാപകരും ഉണ്ട്. വിദ്യാർത്ഥികൾ അധ്യാപകരുമായി സമാന രീതിയിൽ സംവദിക്കുമെന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ബന്ധം നിരവധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. നിരവധി ആൾക്കാർ, ഇപ്പോൾ ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധം, പക്ഷെ അത് അമ്മയും മകളും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാം. അമ്മയ്ക്ക് ഇനിയും മക്കളുണ്ടാകാം, ഇനിയും മക്കളുണ്ട്. അപ്പോഴൊക്കെ എന്താണ്, അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് അധികരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. Now many students perform the role of a student. Nadal says one role can be performed by many individuals, meaning a person can be many different people. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ഒരു വിദ്യാർത്ഥിയുടെ വേഷം ചെയ്യുന്നുണ്ട്. ഒരു റോൾ പല വ്യക്തികൾക്കും നിർവഹിക്കാൻ കഴിയുമെന്ന് നാദൽ പറയുന്നു. അതായത് ഒരു വ്യക്തി പല ആളുകളാവാം. കാരണം അമ്മ എന്നത് ഒരാളുടെ മകളാണ്, ഒരാളുടെ സഹോദരിയാണ്, ഒരാളുടെ അമ്മായിയാണ്, വല്യമ്മയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഒരുപാട് റോളുകളുണ്ട്. അപ്പോൾ ഒരാൾക്ക് തന്നെ പല റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇൻ ഡെയിലി ലൈഫ് ആൻ ഇൻഡിവിജ്വൽ പ്ലേസ് മെനി റോൾസ് അറ്റ് ഹോം. ദേ മൈറ്റ് ബി എ ബ്രദർ ഓർ സിസ്റ്റർ. ദേ മേ ഓൾസോ ബി എ സൺ ടു ദെയർ ഫാദർ, എ സൺ ടു ദെയർ മദർ, ഓർ എൻ ഗ്രാൻഡ് സൺ ഓൺ ദെയർ ഗ്രാൻഡ് പാരൻസ് ഓഫ് എ മൾട്ടി ജനറേഷൻ ഫാമിലി. ദിസ് സിറ്റുവേഷൻ ഷോസ് ദാറ്റ് ഇൻഡിവിജ്വൽ ക്യാൻ ബി മെനി ഡിഫറെൻറ്റ് പീപ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അത് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ വ്യക്തി നിരവധി വേഷങ്ങൾ ചെയ്യുന്നു. വീട്ടിൽ അവർ ഒരു സഹോദരനോ സഹോദരിയാകാം, അവരുടെ പിതാവിനൊരു മകനായിരിക്കാം, അവരുടെ അമ്മയ്ക്കൊരു മകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബഹുതലമുറ കുടുംബത്തിൽ അവരുടെ മുത്തശ്ശിമാർക്കും ചെറുമകൾ പോലും ആയിരിക്കാം. ഒരു വ്യക്തിക്ക് വ്യത്യസ്ത ആളുകളാകാമെന്ന് ഈ സാഹചര്യം കാണിക്കുന്നു എന്നാണ് പറയുന്നത്. സോ നമുക്ക് അടുത്ത സൈഡ് ഹെഡിങ് നോക്കാം. അടുത്ത സൈഡ് ഹെഡിങ് 2.5 കൺസെപ്റ്റ് ടു തിയറംസ് നാച്ചുറൽ സയൻസസ്. ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അരിത്തമെറ്റിക് ആൻഡ് അൽജിബ്ര. തിയറികളെ കുറിച്ചാണ് പറയുന്നത്. തിയറികൾ നാച്ചുറൽ സയൻസിൽ, അതായത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പോലെയുള്ള നാച്ചുറൽ സയൻസിൻ്റെ തിയറികളുടെ കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾക്ക് ഈ മാത്സും കണക്കും ഫിസിക്സും ഒന്നും വയ്യാത്തതുകൊണ്ടാണ് സോഷ്യോളജിയൊക്കെ വന്നു. ഇതിലൊക്കെ ഉണ്ടല്ലേ എന്നുള്ള അവസ്ഥയായിരിക്കും എല്ലാവർക്കും അല്ലേ. നമുക്കിതിൽ കുറച്ച് അതിൻ്റെ ഒരു ഭാഗമുണ്ട്, ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ടേംസും അതുപോലെ ഇക്വേഷൻസൊക്കെ അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കി വെക്കുക. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ എഴുതാനും പോകുന്നില്ല. ഇത് പഠിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇൻട്രസ്റ്റും തോന്നിക്കൊള്ളണമെന്നില്ല. നമ്മൾ റൂട്ട് അതല്ലല്ലോ, അതുകൊണ്ടാണ് ആ പ്രശ്നം. ജസ്റ്റ് നമുക്കൊന്ന് നോക്കി വെക്കാം. ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. So concept of theorems, natural sciences. It helpful to understand the difference between arithmetic and algebra. The arithmetic we solve each problem individually. For example, we add, subtract, multiply or divide one by one. Every exercise is done separately. അൽജിബ്രയും അരിത്തമെറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. എന്ത്? തിയറി ആണ് കേട്ടോ. ഗണിതശാസ്ത്രത്തിൽ, അതായത് അരിത്തമെറ്റിക്കൽ, ഞങ്ങൾ ഓരോ പ്രശ്നവും വ്യക്തിഗതമായിട്ട് പരിഹരിക്കുന്നു. ഉദാഹരണത്തിന് ഓരോന്നായി കൂട്ടിച്ചേർക്കുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുന്നു. ഓരോ വ്യായാമവും പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. Natural sciences in physics and chemistry, we have concepts that are connected. For example, take an apple falling from a tree. It happens all time. By Newton asked, why does the apple fall to the ground? He proposed the theory of gravity. Not just apple, but all objects all fall towards the ground. Newton said all things fall towards the center of the earth. This explained why objects fall in the theory of gravity was formed. ഭൗതികശാസ്ത്രം രസതന്ത്രവും പോലുള്ള പ്രകൃതിശാസ്ത്രത്തിൽ നമുക്ക് ബന്ധിപ്പിച്ചിട്ടുള്ള ആശയങ്ങളുണ്ട്. ഉദാഹരണത്തിന്, മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ എടുക്കുക, അതെല്ലാ സമയത്തും താഴോട്ട് വീഴും.
എന്നാൽ ന്യൂട്ടൺ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആപ്പിൾ നിലത്ത് വീഴുന്നത്? അത് ഗുരുത്വാകർഷണ സിദ്ധാന്തം അവതരിപ്പിച്ചു. ആപ്പിൾ മാത്രമല്ല, എല്ലാ വസ്തുക്കളും ഭൂമിയിലേക്ക് പതിക്കുന്നു. അത് ഭൂമി ഉരുണ്ടതായതുകൊണ്ടും ഭൂമിയുടെ ഗുരുത്വാകർഷണ സിദ്ധാന്തം കൊണ്ടുമാണ് അതിൻ്റെ കാരണം എന്നാണ് പറയുന്നത്. തിയറി ഹാസ് 3 മെയിൻ പോയിന്റ്സ്. തിയറിക്ക് 3 പ്രധാനപ്പെട്ട മെയിൻ പോയിന്റ്സ് എന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻ സംതിങ് ദാറ്റ് ഹാപ്പൻസ് റെഗുലർലി ആൻഡ് വർക്ക്സ് എവരിവെയർ. 2. ഇറ്റ് സ്റ്റേറ്റ്സ് എ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ തിയറി വിൽ ബി ട്രൂ. ഇറ്റ് ക്യാൻ ചേഞ്ച് ഇഫ് ന്യൂ എക്സ്പെരിമെൻറ്റ് ഷോ ഡിഫറെൻറ്റ് റിസൾട്ട്. സിദ്ധാന്തത്തിൻ്റെ 3 പ്രധാന പോയിന്റുകൾ സ്ഥിരമായി സംഭവിക്കുന്നതും എല്ലായിടത്തും പ്രവർത്തിക്കാവുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് സിദ്ധാന്തത്തിൽ വിശദീകരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് സിദ്ധാന്തം സത്യമാകുന്നതെന്ന് ഇതിൽ പ്രസ്താവിക്കുന്നു. അതുപോലെ തന്നെ പുതിയ പരീക്ഷണങ്ങൾ വ്യത്യസ്ത ഫലങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് സിദ്ധാന്തങ്ങൾ മാറ്റങ്ങൾക്ക് അതീതമാണെന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് സയൻസ് ഈസ് ഒബ്ജക്റ്റീവ്. ലോസ് ആൻഡ് തിയറീസ് ഡോണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഹൂ ഈസ് ടെസ്റ്റിംഗ് ദം, വെദർ ഇറ്റ്സ് എ കിങ്, എ പ്രൈം മിനിസ്റ്റർ ഓർ പ്രീസ്റ്റ് ഓർ ഈവൻ എ സയൻറ്റിസ്റ്റ്. സയൻസിൻ്റെ നിയമങ്ങളും സിദ്ധാന്തങ്ങളും ആരാണ് പരീക്ഷിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. ആരാണ് തന്നെ സയൻസ് പരീക്ഷിക്കുന്നത് എന്ന് അതായത് ആരാണ് തന്നെ പരീക്ഷിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസിൽ ഒരു മാറ്റവും വരുന്നില്ല. അത് പുരോഹിതനോ രാജാവോ പ്രധാനമന്ത്രി ആരോ ആയിക്കോട്ടെ, എല്ലാവർക്കും കിട്ടുന്ന പരീക്ഷണത്തിൻ്റെ തിയറി അല്ലെങ്കിൽ നിഗമനം ഒന്നായിരിക്കും എന്നാണ് പറയുന്നത്. 2 അപ്രോച്ചസ് ഇൻ സയൻസിലെ 2 അപ്രോച്ചസിനെ കുറിച്ചാണ് പറയുന്നത്. ഡിഡക്റ്റീവ് അപ്രോച്ച് ആൻഡ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. ഡിഡക്റ്റീവ് അപ്രോച്ച് ഈ സ്റ്റാർട്ടിങ് വിത്ത് എ തിയറി ആൻഡ് അപ്ലൈങ് ടു റിയൽ വേൾഡ് ഫാക്ട്സ്. ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫൈൻഡിങ് എ ജനറൽ എക്സ്പ്ലനേഷൻ. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിദ്ധാന്തത്തിൽ നിന്ന് ആരംഭിച്ച് യഥാർത്ഥ ലോക വസ്തുതകൾ അത് പ്രയോഗിക്കുന്നു. അതായത് ഒരു തിയറിയിൽ നിന്ന് ആരംഭിച്ച് ഒരു പരിഹാരമാർഗമായിട്ട് പ്രയോഗിക്കുന്നു. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വസ്തുതകളിൽ നിന്ന് ആരംഭിച്ച് പൊതുവായ വിശദീകരണം നൽകുന്നു. അതായത് ചോദ്യത്തിൽ നിന്ന് ആരംഭിച്ച് ഉത്തരത്തിലേക്ക് എത്തുന്നു. മറ്റേത് ഉത്തരത്തിൽ നിന്ന് ആരംഭിച്ച് ചോദ്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നൽകുന്നു. Both inductive and deductive methods work together in science. Science is always testing and revising idea, and conclusions are always open to change. Some scientists believe that science keeps improving, doubling in new discoveries in 10 years. ശാസ്ത്രം എല്ലായ്പ്പോഴും ആശയങ്ങൾ പരീക്ഷിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നു. കൂടാതെ നിഗമനങ്ങൾ എല്ലായ്പ്പോഴും മാറ്റങ്ങൾ തുറന്നിരിക്കുന്നു. ശാസ്ത്രം മെച്ചപ്പെടുകയാണെന്നാണ് ചില ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത്. ഓരോ 10 വർഷത്തിലും പുതിയ പുതിയ കണ്ടെത്തലുകൾ വരികയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അടുത്ത നമ്മുടെ സൈഡ് ഹെഡിങ് വരുന്നത് 2.6 ടുവേർഡ്സ് സോഷ്യൽ സയൻസ്, Durkheim, Weber and beyond. There has been much debate about whether social sciences like sociology can follow the methods of natural sciences like physics and chemistry. Different thinkers have a different opinion. Some like Comte, Durkheim and Radcliffe Brown said yes. Other like Dilthey argue no. Max Weber on the other hand tried to find a middle ground. സാമൂഹ്യ ശാസ്ത്രങ്ങൾക്ക്, അതായത് സോഷ്യോളജി പോലെയുള്ള സാമൂഹ്യ ശാസ്ത്രങ്ങൾക്ക് പ്രകൃതി ശാസ്ത്രത്തിനെ പോലെ തന്നെ രീതികൾ പിന്തുടരാനാകുമോ എന്നതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. വ്യത്യസ്ത ചിന്തകർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ആ കാര്യത്തിലുള്ളത്. കോംതെ, ഡർക്കെയിം, റാഡ്ക്ലിഫ് ബ്രൗൺ തുടങ്ങിയ ചിന്തകർ അതേ എന്ന് പറഞ്ഞെങ്കിലും ദിൽത്തയെ പോലുള്ള മറ്റുള്ളവർ ഇല്ലെന്ന് വാദിച്ചു. മറുവശത്ത് മാക്സ് വെബർ ഒരു മധ്യനിര കണ്ടെത്താൻ ശ്രമിച്ചു. ഏകദേശം, അതായത് ചില സമയത്തുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? മാക്സ് വെബർ പറഞ്ഞത്. ത്രൂ ഔട്ട് ഹിസ്റ്ററി ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് എക്സ്പ്ലനേഷൻ ഹാവ് ബീൻ യൂസ്ഡ് ആൻഡ് ദീസ് ആർ കോൾഡ് ഗ്രാൻഡ് തിയറീസ്. എക്സാമ്പിൾ ഇൻക്ലൂഡ് മാർക്സിസ്റ്റ് ആൻഡ് പേഴ്സണിയൻ systems. Some approaches gather facts and put them into tables, but these are not theories, useless and lies a property. ചരിത്രത്തിലുടനീളം വ്യത്യസ്തമായ വിശദീകരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവയെ മഹത്തായ സിദ്ധാന്തങ്ങളെന്നാണ് വിളിക്കുന്നത്. ഈ ഒരു കാര്യത്തിനെ ചർച്ച ചെയ്തുകൊണ്ടിട്ട് അതായത് പ്രകൃതി, നാച്ചുറൽ സയൻസിനെ പോലെയുള്ള ശാസ്ത്രീയ രീതികൾ സമൂഹശാസ്ത്രത്തിന് പിന്തുടരാനാകുമോ എന്നുള്ളവയെ സംബന്ധിച്ചുള്ള തിയറീസിനെയാണ് ഗ്രാൻഡ് തിയറീസ് എന്ന് വിളിക്കുന്നത്. അതാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. ചില സമീപനങ്ങൾ വസ്തുതകൾ ശേഖരിക്കുകയും പട്ടികയിലിടുകയും ചെയ്യുന്നു, പക്ഷേ അവ ശരിയായ വിശകലനം ചെയ്യാത്തിടത്തോളം സിദ്ധാന്തങ്ങളല്ല എന്നാണ് പറയുന്നത്. ഡർക്കെയിം സ്റ്റഡി ഓൺ സൂയിസൈഡ് അതിന് ഉദാഹരണങ്ങളാണ് പറയുന്നത്.
Turkheim study on suicide. Turkheim studied suicide rates and examined social facts. He classified suicide into different types and looked at data across various social categories. By comparing these data sets, he formed a theory about how social interaction affected suicide rates. ടർക്കിയം ആത്മഹത്യാ നിരക്ക് പഠിക്കുകയും സാമൂഹിക വസ്തുതകൾ പരിശോധിക്കുകയും ചെയ്തു, അതായത് മതം, കുടുംബം മുതലായവ. അദ്ദേഹം ആത്മഹത്യകളെ വ്യത്യസ്ത തരങ്ങളായി തരംതിരിക്കുകയും വിവിധ സാമൂഹിക വിഭാഗങ്ങളിലുള്ള ഡാറ്റ പരിശോധിക്കുകയും ചെയ്തു. ഈ ഡാറ്റാ സെറ്റുകളെ താരതമ്യം ചെയ്തുകൊണ്ട് സാമൂഹിക സംയോജനം, ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന തോന്നൽ ആത്മഹത്യാ നിരക്കിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു സിദ്ധാന്തം അദ്ദേഹം രൂപീകരിച്ചു. ടർക്കിയമിൻ്റെ സൂയിസൈഡ് തിയറി. വെബറിൻ്റെ തിയറിയാണ് അടുത്ത് നോക്കുന്നത്. വെബർ ഫോക്കസ്ഡ് ഓൺ ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് ക്യാപിറ്റലിസം. ഹി കമ്പയർഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ അക്രോസ് ഡിഫറെൻറ്റ് റിലീജിയസ് ഗ്രൂപ്പ്സ് ആൻഡ് എക്സാമൈൻഡ് ഹൗ ക്യാപിറ്റലിസം ഡെവലപ്ഡ് ഇൻ Protestant dominated areas. His work showed a relationship between റിലീജിയൻ എക്കണോമിക് സിസ്റ്റം. പ്രൊട്ടസ്റ്റന്റ് ധാർമ്മികതയിലും മുതലാളിത്തത്തിലും വെബർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിവിധ മതവിഭാഗങ്ങളിലെ ചരിത്രപരമായ വിവരങ്ങൾ അദ്ദേഹം താരതമ്യം ചെയ്യുകയും പ്രൊട്ടസ്റ്റന്റ് ആധിപത്യമുള്ള പ്രദേശങ്ങളിലെ മുതലാളിത്തം എങ്ങനെ വികസിച്ചുവെന്ന് പരിശോധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൃതികൾ മതവും സാമ്പത്തിക വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെ കാണിച്ചു കൊടുക്കുന്നതായിരുന്നു. അതായത് ഏകദേശം ഇതൊക്കെ ഒരു സയൻറ്റിഫിക് ടൂൾസാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണം തന്നെയാണ്, പരീക്ഷണ മാർഗങ്ങളാണ്, അതിൻ്റെ നിരീക്ഷണങ്ങളാണ്, പരീക്ഷണങ്ങളിലുള്ള നിരീക്ഷണങ്ങൾ പോലെ തന്നെയാണ് എന്നുള്ളതിനെ കാണിക്കുന്ന എക്സാമ്പിളുകളാട്ടോ പറയുന്നത്. പാഴ്സൺസ് ആൻഡ് മെർട്ടൺ. ടാൽക്കോട്ട് പേഴ്സൺ ബിൽഡ് ജനറൽ തിയറീസ് ദാറ്റ് കമ്പൈൻഡ് എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. പാഴ്സൺസ് ഫോക്കസ്ഡ് ഓൺ അമേരിക്കൻ സൊസൈറ്റി ആൻഡ് സ്പെസിഫിക് സബ്സിസ്റ്റംസ് ലൈക്ക് ഫാമിലി ആൻഡ് മെഡിസിൻ. Critics said Parsons used too many concepts to explain these ideas, but the students and followers focused on empirical studies of family, religion, economy. സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം, സ്ഥാപനങ്ങൾ, സാമൂഹിക സ്വഭാവം എന്നിവ സംയോജിപ്പിച്ച് പൊതു സിദ്ധാന്തങ്ങൾക്ക് ടാൽക്കോട്ട് പേഴ്സൺ നിർമ്മിച്ചു. പാഴ്സൺസ് അമേരിക്കൻ സമൂഹത്തിലും കുടുംബം, വൈദ്യശാസ്ത്രം തുടങ്ങിയ പ്രത്യേക ഉപവ്യവസ്ഥകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിശദീകരിക്കാൻ പാഴ്സൺസ് നിരവധി ആശയങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും അനുയായികളും കുടുംബം, മതം, സമ്പദ് വ്യവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള അനുഭവപരമായ പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്ന് വിമർശകർ പറഞ്ഞു. Merton introduced the middle range theory, a combination of grand theory and empirical research. He studied concepts like functions, dice functions and rule sets. മെർട്ടൺ മധ്യനിര സിദ്ധാന്തം അവതരിപ്പിച്ചു, അതായത് മഹത്തായ സിദ്ധാന്തത്തിൻ്റെയും അനുഭവപരമായ ഗവേഷണത്തിൻ്റെയും സംയോജനം. ഫംഗ്ഷൻ, അപര്യാപ്തത, റോൾ സെറ്റുകൾ തുടങ്ങിയ ആശയങ്ങൾ അദ്ദേഹം പഠിച്ചു. കോൺട്രിബ്യൂഷൻസ് ടു സോഷ്യോളജി ഇൻ ഇന്ത്യ. M.N. Srinivas studied Sanskritization and dominant caste. Adrian C. Mayer analyzed municipal elections using quasi-groups in specific relations like Madhya Pradesh. M.N. Srinivas സംസ്കൃതവൽക്കരണം, ആധിപത്യ ജാതിയെക്കുറിച്ച് പഠിച്ചു. ആൻഡ്രിയ സി മേയർ മധ്യപ്രദേശ് പോലുള്ള പ്രത്യേക പ്രദേശങ്ങളിൽ അർത്ഥ ഗ്രൂപ്പുകൾ ഉപയോഗിച്ച് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ വിശകലനം ചെയ്തു. Psychologists are increasingly focusing on how Western concepts can help explain Indian social processes using ideas like little communities and present societies in sociology. Grand theories provide a broad explanation while middle range theories focus on specific aspects of society. Both types of theory help guide research and study different societies, including those ചെറിയ കമ്മ്യൂണിറ്റികളും കർഷക സമൂഹങ്ങളും പോലുള്ള ആശയങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സാമൂഹിക പ്രക്രിയയെ വിശദീകരിക്കാൻ പാശ്ചാത്യ ആശയങ്ങൾ എങ്ങനെ സഹായിക്കുമെന്നതിൽ ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രജ്ഞർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാമൂഹ്യശാസ്ത്രത്തിൽ മഹത്തായ സിദ്ധാന്തങ്ങൾ വിശാലമായ വിശദീകരണങ്ങൾ നൽകുന്നു. അതേസമയം മധ്യനിര സിദ്ധാന്തങ്ങൾ സമൂഹത്തിൻ്റെ പ്രത്യേക വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രണ്ട് തരത്തിലുള്ള സിദ്ധാന്തങ്ങളും ഐക്യൻക്ലൂഷൻ ഉൾപ്പെടെയുള്ള വിവിധ സമൂഹങ്ങളെ ഗവേഷണം നടത്താനും പഠിക്കാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ ഏറ്റവും അവസാനം 2.7 കൺക്ലൂഷനാണ്
നമ്മൾ നോക്കുന്നത് വേർഡ്സ് ആൻഡ് കൺസെപ്റ്റ്സ് ആർ ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ് ആൻഡ് വെൻ ദ പീപ്പിൾ ഷെയർ ദിസ് മീനിങ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് വെദർ ഇൻ എവറിഡേ ലൈഫ് ഇൻ അക്കാഡമിക് discussion in the development of science meaning have become more precise over time and concepts are linked to experiments. The conclusions from these experiments shape how concepts are connected and combined. Science continued to grow at a rapid pace much faster than social science or humanities. വാക്കുകളും ആശയങ്ങളും മനസ്സൃഷ്ടിക്കപ്പെടുന്നവയാണ്. ആളുകൾ ഈ അർത്ഥങ്ങൾ പങ്കിടുമ്പോൾ ആശയവിനിമയം അവിടെ സംഭവിക്കുന്നു. ദൈനംദിന ജീവിതത്തിലായാലും അക്കാദമിക് ചർച്ചകളിലായാലും ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ അർത്ഥങ്ങൾ കാലക്രമേണ കൂടുതൽ കൃത്യമാവുകയും ആശയങ്ങൾ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ഈ പരീക്ഷണങ്ങളിൽ നിന്നുള്ള നിഗമനങ്ങൾ ആശയങ്ങൾ എങ്ങനെ ബന്ധിപ്പിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്നവയാണ്. സാമൂഹ്യശാസ്ത്രത്തെക്കാളും മാനവികതയെക്കാളും വളരെ വേഗത്തിൽ ശാസ്ത്രം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇൻ സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ as old theories and concepts help in understanding current problems. However, these ideas keep evolving over time. This process has been shown through the methods used by Durkheim and Weber, as well as Martin's introduction of middle range theories, which focus more on specific aspects than Parsons' grand theories. സാമൂഹിക ശാസ്ത്രത്തിലും മാനവികതയിലും ആശയങ്ങളുടെ ചരിത്രം നിർണായക പങ്കുവഹിക്കുന്നു. കാരണം പഴയ സിദ്ധാന്തങ്ങളും ആശയങ്ങളും നിലവിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എന്നിരുന്നാൽ പോലും ഈ ആശയങ്ങൾ കാലക്രമേണ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഡർക്കെയിമും വെബറും ഉപയോഗിച്ച രീതികളിലൂടെയും പാഴ്സണിൻ്റെ മഹത്തായ സിദ്ധാന്തങ്ങളെക്കാൾ പ്രത്യേക വശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മധ്യനിര സിദ്ധാന്തങ്ങളുടെ മെൽട്ടൻ്റെ അവതരണത്തിലൂടെയും പ്രക്രിയ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻ ദിസ് യൂണിറ്റ് യു വിൽ ലേൺ ഹൗ ടു വേർഡ് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഹാവ് ഡെവലപ്ഡ് ഓവർ ടൈം. ഈ യൂണിറ്റിൽ ഘടനയും പ്രവർത്തനവും പോലുള്ള വാക്കുകളുടെ ഘടനയും പ്രവർത്തനവും കാലക്രമേണ എങ്ങനെ വികസിച്ചു എന്ന് നിങ്ങൾ പഠിക്കും. ദ നെക്സ്റ്റ് വിൽ ബി ഫോക്കസ് ഓൺ പാരഡിംസ് ആൻഡ് തിയറി. അടുത്ത നമ്മുടെ യൂണിറ്റ് പാരഡിംസിനെയും തിയറിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ യൂണിറ്റ് ഇത്രയാണ്. നമ്മുടെ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ചെറിയ യൂണിറ്റാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് ലാസ്റ്റ് ഭാഗങ്ങളിലാണ് കുറച്ച് കൺഫ്യൂഷൻ വരിക. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങളാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് തിയറി ആ ഭാഗങ്ങളൊക്കെയാണ് ഇച്ചിരി കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേട്ടോ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ നോക്കിയാൽ കാണാം കൺസെപ്റ്റ് ആൻഡ് തിയറി, ലേൺ അബൌട്ട് കൺസെപ്റ്റ് ആൻഡ് സോഷ്യോളജിക്കൽ തിയറിസം. അപ്പോൾ സോഷ്യോളജിയിലെ തിയറികൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. അപ്പം നമ്മുടെ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ തുടക്കത്തിലാണ് വരുന്നത്. ലാസ്റ്റ് നമ്മുടെ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ആ കാര്യങ്ങളൊക്കെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തിയറി ആൻഡ് കൺസെപ്റ്റ് ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ്. സോ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സോട് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.